നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നിരവധി രൂപഭാവങ്ങളിലൂടെ മലയാള സിനിമയിൽ ശ്രദ്ധേയമായി മാറിയ രണ്ട് അഭിനയ വ്യക്തിത്വങ്ങൾ. മിമിക്രിയിൽ നിന്ന് ഡൂപ്പിലേക്കും ഡൂപ്പിൽ നിന്ന് നായക പരിവേഷമുള്ള വേഷങ്ങളിലേക്കും പ്രയാണം ചെയ്ത ടിനി ടോമും ഷാജോണും. ഇവരുമായിട്ടുള്ള സംഭാഷണം ഇവിടെ തുടരുകയാണ്. സിനിമയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇപ്പം സിദ്ദിഖിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ബോളിവുഡിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ മറക്കാതെ, അല്ലെങ്കിൽ പുതിയ കലാകാരന്മാരെ പോലും മറക്കാതെ അവരുടെ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ സൗമനസ്യം. പക്ഷേ സിനിമയിൽ എപ്പോഴും ഈ പറഞ്ഞ കുറച്ച് ജാടയൊക്കെ വേണം. അതൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. നല്ല പരിണതപ്രജ്ഞരായിട്ടുള്ള ആൾക്കാർ ചില സ്ഥലങ്ങളിൽ അത് ആവശ്യമായിട്ട് വരാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സാർ. നമ്മൾ ഈ പറഞ്ഞതുപോലെ നോക്കട്ടെ, ആരോ എന്തോ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, പറയണതും പറഞ്ഞിട്ട്. അതെ, ഷാജോൺ, രണ്ടുപേർക്കും നമസ്കാരം. മലയാള സിനിമയിൽ മിമിക്രി വേദിയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് വന്ന രണ്ട് നല്ല കലാകാരന്മാരാണ് നിങ്ങൾ. നിങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉള്ള വ്യക്തികളാണ്. കാരണം ടിനിയാണെങ്കിലും മമ്മൂക്കാക്ക് പടങ്ങളിൽ ഡ്യൂപ്പ് ചെയ്ത് വന്ന ആളാണ്. ഷാജോനാണെങ്കിൽ കരടി എന്ന് പറയുന്ന സിനിമയിൽ ആ കരടിയുടെ ഡ്രസ്സിനകത്ത് ഫുൾ ടൈം കയറി നിന്ന് ഓടയും ചാടയൊക്കെ ചെയ്ത് മണിക്ക് ഡ്യൂപ്പ് ചെയ്ത ആളാണ്. അപ്പം ഡ്യൂപ്പ് ചെയ്തിപ്പോൾ ഒറിജിനലായി. നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോഴും പലപ്പോഴും നമ്മളുടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചില ആൾക്കാർ പറയും, ഷാജോണും ടീനയൊക്കെ വലിയ ആൾക്കാരായതിനു ശേഷം ഇത്തിരി ജാടയ്ക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾ എന്ന് ഞാൻ ആദ്യം കാണുന്ന ടിനിയും ഷാജോണും തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ അടുത്തൊക്കെ പെരുമാറുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ജാടയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ ആർക്കെങ്കിലും ഒക്കെ വിഷമം തോന്നിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവൻ ഭയങ്കര ഗുരുവനാണ്. അവൻ പറഞ്ഞ കേട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ശ്രദ്ധിച്ചോ? അത് വളരെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ മൂപ്പർ കൃത്യമായിട്ട് അതിന് ജാമ്യം എടുക്കുകയും ചെയ്തു. ഷാജോൺ ജാട അഭിനയിക്കുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ നിന്ന് ആ സങ്കീർണതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഷാജോണിൻ്റെ ചില നമ്പറുകളാണ് അല്ലേ? അതെ. ടിനിയുടെ നമ്പറുകളാണോ അങ്ങനെ? ജാട അഭിനയിക്കാനേ പറ്റുള്ളൂ, നമുക്ക് ജാട കാണിക്കാൻ പറ്റില്ല. കാരണം ഈ പെട്ടെന്ന് ആകാശത്ത് പൊട്ടിയിരിക്കുന്ന ഒരു നക്ഷത്രം അല്ലെങ്കിൽ സ്റ്റാർ ആകുമ്പോഴാണ് എല്ലാം മറന്നു പോകുന്നത്. നമ്മൾ വളരെ പതുക്കെ സ്റ്റെപ്പ് കയറി ഒന്ന് എല്ലാം കണ്ടും കേട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ചില അവസ്ഥകളിൽ ഇപ്പോൾ ബാറുകൾ കുറേ അടഞ്ഞു ഇരിക്കുന്നതുകൊണ്ട് കുറേ സുഖമുണ്ട്. കാരണം അല്ലെങ്കിൽ ബാറിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങിയപ്പോൾ നീ ആരാ സുരേഷ് ഗോപി ഇങ്ങനെ അടി, ഈ പറയുന്ന തോളത്തടിയാണ് പ്രശ്നം. ഞാൻ പേടിക്കുകയാണ് പലരും. കാരണം ഈ ലൊക്കേഷനിൽ ചില പെൺകുട്ടികൾ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഫോട്ടോയിൽ നിന്നാൽ ഭാവിയിൽ പ്രശ്നമാകുമെന്ന് വരെ പേടിക്കുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അങ്ങനെ പ്രശ്നമായിട്ടുണ്ടോ? എനിക്കായിട്ടില്ല, ഉണ്ടാകാം. ആർക്കൊക്കെ ആയിട്ടുള്ളത്? എനിക്ക് അതിന് ഞാൻ പ്രശ്നം ഉണ്ടാക്കണം. അങ്ങനെ വെറുതെ ഷാജോൺ ആയിട്ടുണ്ടോ? ഷാജോൺ ആയിട്ടില്ല. ഇല്ല. അതൊക്കെ ബുദ്ധിപരം. അവിടെയൊക്കെയാണ് ജാടകൾ ഉപയോഗിക്കേണ്ട ആവശ്യം. ഭയങ്കര ബുദ്ധിമാനാണ്. അതെ. അപ്പൊ ഇതുപോലെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇപ്പൊ ഷാജോൺ ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ഒരാൾ തോളത്ത് കൈയിട്ടാൽ ഇവനായിട്ട് എന്തോ ബന്ധമുണ്ട്. കാരണം ഇവൻ എന്താണെന്ന് പോലും നമുക്ക് അറിയില്ല. ഇതൊക്കെ ഭാവിയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ. ഈ പറഞ്ഞ ടിനിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സെറ്റിൽ ലൊക്കേഷനിൽ പോയി കഴിയുമ്പോൾ ടിനിക്ക് അറിയാത്ത ഈ പറഞ്ഞ ചില ചെറിയ സീനൊക്കെ ബിറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിരുന്ന പെൺകുട്ടികൾ ടിനിയുടെ തോളത്ത് കൈവച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറയും. അതാണ് ടിനീനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. തോളത്ത് കൈയിടണമെന്ന് പറയില്ല, വെറുതെ കൂടെ നിൽക്കാൻ വരെ എനിക്ക് പേടിയാണ്. അതെ. എന്ത് എത്രമാത്രം പേടിക്കണം? നമ്മുടെ ബടിയിൽ കാനമില്ല. പിന്നെ അങ്ങനെ പേടിക്കാൻ ഇന്ന് പുരുഷനൊക്കെ ഷാജോൺ അങ്ങനെ പേടി. സ്ത്രീ പറഞ്ഞാൽ എല്ലാവരും കേൾക്കാം. ഷാജോൺ അവർ ചേർന്ന് നിന്ന് എടുക്കട്ടെ, അല്ലെങ്കിൽ കൈ ഷാജോൺ എടുക്കാറില്ല. ഓക്കെ വരട്ടെ. എന്നാൽ എനിക്കിപ്പോൾ ഒരു കാര്യം അറിയാനുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ കുഞ്ഞിന് ഇതുവരെ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വളരെ അപകടം പിടിച്ച ചോദ്യമല്ല ടിനി. അതിന്റെ ഉത്തരം നന്നായ പ്രശ്നമൊന്നുമില്ല. സാർ ഉദ്ദേശിക്കുന്നത് ഭയങ്കര അപകടം പിടിച്ച ചോദ്യം. സാർ ഉദ്ദേശിച്ച വേറെയാണ്. ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ള ഒന്നുമില്ല സാർ. അതെ, ശരിക്കും തീർച്ചയായിട്ടും സംതൃപ്തനാവട്ടെ ജീവിതത്തിൽ. തീർച്ചയായിട്ടും 100%. പിന്നെ നമ്മൾ എന്താണ് കിട്ടാത്തതിനോർത്ത് നമ്മൾ സങ്കടപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മൾ കിട്ടിയതിന് വെച്ച് നമ്മൾ സംതൃപ്തനായിട്ട് ചിലതുണ്ട്. ഇല്ല, കിട്ടാത്തതായിട്ട് നമുക്ക് എന്താ പറയുന്നത്, നമ്മളിപ്പം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാത്തൊരു വിഷമമുണ്ടെന്ന് ചോദിച്ചാൽ വിഷമം ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും വേണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഷാജോന്റെ ഒരു പക്ഷേ കലാജീവിതം എന്ന് പറയുന്നത്
സിനിമയിൽ വരുമെന്നും ഇത്ര ശ്രദ്ധിക്കപ്പെടുമെന്നും ഇത്ര ആരാധകരുണ്ടാവുമെന്നും ഒരിക്കലും ഷാജോൺ ഇല്ല അല്ലേ? അങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല. ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ലഭിച്ചതൊക്കെ ബോണസാണ്. തീർച്ചയാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കിട്ടുന്നതെല്ലാം നമുക്ക് വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത്. എങ്കിൽ പോലും കുറച്ച് കിട്ടിക്കഴിയുമ്പോൾ ടിനി കുറച്ചുകൂടെ കിട്ടണമെന്നുള്ള ആഗ്രഹം വരില്ലേ? ആഗ്രഹം ഉണ്ടാകും, അത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നെ പെർഫോം ചെയ്യാൻ. ഉദാഹരണം പറഞ്ഞാൽ ഇത് പോരാ, അതെ ഇത് പോരാ. ഓരോ സിനിമയിൽ ഒരു പക്ഷേ കരടിയായിരുന്ന സമയത്ത് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിഠായി കിട്ടി, ഒരു ചെറിയൊരു ഒറ്റ ഡയലോഗ് അല്ലേ, ഒരു വാചകം, അതിൽ സംതൃപ്തരായിരുന്നില്ല. ഇല്ല. ആ അസംതൃപ്തിയാണ് ഒരുപക്ഷെ ഷാജോൺ എന്നുള്ള ഷാജോണെ ഈ ഷാജോണാക്കി മാറ്റിയത്. അതുപോലെ ടിനി എന്നുള്ള ഒരു ഡൂപ്പിനെ, മമ്മൂക്കയുടെ ഡൂപ്പിനെ ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കിയത്. പടം പക്ഷേ അധികം ഓടാത്തതിന്റെ പേരിൽ, അതായത് ഇന്നിറങ്ങിയിരുന്നെങ്കിൽ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. കാരണം പക്ഷെ ആ പടം പിന്നീട് ലാലൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൽ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, ഈ സിനിമ പിന്നീട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും ചാനൽ വൻ വിജയമായി. അത് മമ്മൂക്ക ഹ്യൂമർ ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2 കാലഘട്ടമായിട്ട് തിരിക്കും. ഒന്ന് രാജമാണിക്യത്തിന് ശേഷം മുൻപും. രാജമാണിക്യത്തിന് അങ്ങനെ ഒരു ഇറ നമുക്ക് വെക്കേണ്ടി വരും. അപ്പോൾ രാജമാണിക്യത്തിന് ശേഷം ആയിരുന്നെങ്കിൽ ഇതൊരു സൂപ്പർ ഹിറ്റ് ആയിരുന്നേനെ. ലാൽജോ സാറ് ഇത് നേരത്തെ അദ്ദേഹത്തിൽ ഈ ഒരു കഴിവ് കണ്ടെത്തിയതുകൊണ്ടാണ് ഒരു ഹ്യൂമറസ് ആയിട്ട് ചെയ്ത പടം. പക്ഷെ ആൾക്കാർ പ്രതീക്ഷിച്ചത് ഒരു സീരിയസ് പടമായിരുന്നു. കാലത്തിന് മുമ്പേ പോയൊരു പടം. പടം നല്ല പടം തന്നെ, കാലത്തിന് മുൻപേ വന്നത്. കാലത്തിന് മുമ്പേ പോയി. പക്ഷെ എങ്കിലും ടെലിവിഷൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് ആ പടം പോയില്ല. ഇല്ല, എനിക്കിപ്പോഴും ഉദ്ഘാടനങ്ങൾ കിട്ടാറുണ്ട്. പട്ടാളത്തിൻ്റെ പേരിൽ ഇപ്പോഴും കിട്ടാറുണ്ട് ഉദ്ഘാടനം. ഓ അത് ശരി. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. പല രൂപത്തിലും കോലത്തിലാണ് മൂപ്പർക്ക് അനുഗ്രഹങ്ങൾ തേടി വരുന്നത്.